അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമ്മൾ ആക്ഷേപിക്കുന്ന ചില ആക്ഷേപകരെ അത് നമുക്ക് യോജിച്ചതല്ലാന്നും എന്നതുപോലെ തന്നെ ഈ സയ്യിദന്മാരെ മഹത്വങ്ങളും ഒക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പക്ഷം ചേർന്നുകൊണ്ടല്ല ഞാൻ സംസാരിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരാണ്. എനിക്കെല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. നമുക്ക് തങ്ങന്മാർ എന്ന് വെച്ചാൽ തങ്ങന്മാരെ പറ്റി പറഞ്ഞത് നൂഹ് നബിൻ്റെ കപ്പൽ പോലെയാണ് എന്നൊക്കെ ഞാൻ സമസ്തയുടെ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വീഡിയോയിൽ ചെയ്തിരുന്നു. അവരെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ഉന്നത സ്ഥാനത്തിലേക്ക് എത്തിച്ചതും സമസ്ത തന്നെയാണ്. അതുമാത്രമല്ല, സമസ്ഥാനെയും ദക്ഷിണയും മറ്റുള്ള സംഘടനകളും ഒക്കെ ഈ മഹാന്മാരെ അങ്ങേയറ്റം ആദരിക്കുന്നവരാണ്. അത് ഒരു കുടുംബത്തിലുള്ള ഒരു വീട്ടിലുള്ള സ്വരച്ചേർച്ചയ്ക്ക് കാരണമായിട്ട് എന്തെങ്കിലും ചെറിയ ന്യൂനതകൾ കണ്ടെത്തിയാണ്ട് സയ്യിദന്മാരെ അടച്ചാക്ഷേപിക്കുന്ന ഒരവസ്ഥ ഇനി ഉണ്ടാകാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സുന്നികളാണ്. ഇവരൊക്കെ എന്താണ്, ഈ അടിത്തറ ഇവിടെ നിലനിൽക്കണമെന്നും അവർക്ക് കളങ്കപ്പെടുത്തുന്ന ഒരു വാക്കും പ്രവൃത്തിയും അവരിൽ നിന്നുണ്ടായാൽ നമ്മളതിന് ഏറ്റവും വേദനിക്കുക. ഇപ്പോൾ ഒരു വഹാബിൻ്റെ പരിപാടിക്ക് ഈ തങ്ങന്മാർ പോയാൽ നമുക്ക് ഏറ്റവും വലിയ വേദനയാണ്. നമുക്ക് അവരുടെ സ്നേഹം കൊണ്ടാണ് ആ വേദന. തങ്ങന്മാരെ പോകാൻ പാടില്ല എന്ന് പറയുന്ന വേദന കൊണ്ടാണ്. എന്നാൽ ഈ നമ്മൾ വലിയ ഉപദേശകന്മാരായി വന്നുകൊണ്ട് പറ്റ മോശമായിട്ട് എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ എഴുതി വിടുന്നത്. ഭൂമി ഇടപാടിൽ ഞാനിപ്പോൾ ഇത് വരാൻ തന്നെ കാരണം അതിൽ ഞാൻ പറഞ്ഞ കാരണമായിട്ട് എന്തായത് തങ്ങളെ തെറി പറയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നുള്ള ആൾക്കാപ്പോൾ വന്നത്. അതിൻ്റെ അടിയിൽ കമൻറ്റിൽ എഴുതിയേക്കാണെന്തെന്നറിയാം, ഈ ഭൂമി ഇടപാട് നടത്തി കോയ എന്തൊക്കെയാണ് എനിക്ക് എൻ്റെ വാക്ക് തൊള്ള കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം മോശമായിട്ടൊക്കെ കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് ഈ സയ്യിദന്മാരെ, പാണക്കാട് തങ്ങന്മാരാവട്ടെ, ജിഫ്രി തങ്ങളാവട്ടെ, മറ്റുള്ള ഈ അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങളാവട്ടെ, മറ്റുള്ള തങ്ങന്മാരാവട്ടെ, സമസ്തയിലുള്ള തങ്ങന്മാരാവട്ടെ, സമസ്ഥാനയിലുള്ള തങ്ങന്മാരാവട്ടെ, ഇവർക്കൊക്കെ ഉന്നതമായ സ്ഥാനമാണുള്ളത്. നമ്മളെ തങ്ങന്മാർ മറ്റേ തങ്ങന്മാരല്ല എന്ന് വരെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. എന്തൊക്കെയാണ് ഇവിടെ നടന്നിരുന്നത്. എന്നാൽ ഈ പാണക്കാട് കുടുംബത്തിനെയോ മറ്റുള്ള തങ്ങന്മാരെയോ ആക്ഷേപിക്കാൻ നമ്മളൊരിക്കലും അർഹനല്ല. ഈ ഒരു കാലഘട്ടത്തിൻ്റെ കാര്യദർശിയും മഹാപണ്ഡിതനും സർവാംഗീകൃതനുമായ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ കിയാനൂർ എന്ന ഉസ്താദ് നാദാപുരം പള്ളിയിൽ കുത്തുബി മഹാനവറുകൾ ദർസ് നടത്തിയ അതേ പടത്തിലിരുന്നു കൊണ്ട് കുത്തുബിൻ്റെ ശേഷം 50ഓളം വർഷം, അതൊരു നൂറ്റാണ്ടുകാലം ദർസ് നടത്തിയ മഹാപണ്ഡിതനായിരുന്നു ഷംസുൽ ഉലമ കിയാനോ എന്ന് പറയുന്ന കിയാനോ കുഞ്ഞബ്ദുൽ മുസ്ലിയാർ. അദ്ദേഹം സംസ്ഥാനക്കാരനാണ്, സംസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അവിടെ നടക്കുന്ന എല്ലാ പരിപാടികൾക്കും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലെങ്കിൽ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അല്ലെങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു തങ്ങൾ കുട്ടീനെങ്കിലും അവിടെ നിന്ന് വരുത്തിയത്. ഇപ്പോൾ ഈ ഞാനവിടെ ഞാനിത് പറയാൻ കാരണം ആ കാലഘട്ടത്തിൽ ഞാനവിടെ ദർസിൽ ഓതുകയാണ് നാദാപുരം അടുത്ത് ഈ വേളം ചെമ്പോട് എന്ന് പറയുന്ന സ്ഥലത്ത്. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു, ഈ അവിടെ ഒക്കെ സമസ്തൻ്റെ മദ്രസ ആണെങ്കിലും ആ മദ്രസയിലും ആ പള്ളികളിലും ഒക്കെ നിൽക്കുന്ന ആളുകൾ സമസ്ഥാനൻ്റെ ഉസ്താദുമാരായിരുന്നു. പക്ഷേ അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമല്ല. കാരണം എന്താ, ഇവരൊക്കെ എല്ലാവരും അങ്ങോട്ടും ആദരിക്കപ്പെടുന്നവരായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഒരു ദിവസം അവിടെ പള്ളിയിലേക്ക് അവിടെ മദ്രസൻ്റെ ഒരു വയത് പരിപാടിയിലേക്ക് കിയാനൂറുടെ ശിഷ്യന്മാരാണ് അവിടെ അധികം വയതിന് വരൽ. അവിടെ ഒരു മൊയ്തു മുസ്ലിയാരുണ്ട്, ആ നാട്ടുകാർ കിയാനൻ്റെ ശിഷ്യൻ മൂപ്പര്. അതുപോലെ കൊടക്കൽ കോഞ്ഞി തങ്ങൾ പറഞ്ഞ ആൾ ഈ കിയാനോറ ശിഷ്യനാണ്. എന്നതുപോലെ അസം മുസ്ലിയാർ, ഇങ്ങനെ പല ആളുകൾ. എന്നതുപോലെ വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ, കായക്കോട് ഇബ്രാഹിം മുസ്ലിയാർ, പല പ്രാസംഗികന്മാർ.
ഇവരൊക്കെ ആയിരുന്നു അന്ന് അവിടെ പ്രസംഗിക്കാറുണ്ടായിരുന്നത്. ഈ വില്യാപ്പള്ളി ഇബ്രാഹിം മുസ്ലിയാർ എന്ന ആൾ സമസ്തൻ്റെ മുഷാവറ മെമ്പറായിരുന്നു. ഇപ്പോൾ അടുത്ത് മരണപ്പെട്ട ആളാണ്. കിയനോറൊക്കെ ഭയങ്കര സ്നേഹിക്കുന്ന കിയനോറുടെ ശിഷ്യനും കൂടിയാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു വന്നതേ, അങ്ങനെ ഈ അവിടെ പള്ളിയിലേക്ക് വയലിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ സദർ ഉസ്താദിൻ്റെ കൂടെ ഞാനും പോയി. കിയനോറ ദർസ് കാണാനും പിന്നെ ആ തങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി പോയത്. ആ സമയത്ത് അവിടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം. അങ്ങനെ 1 മണിക്കൂർ നേരത്തോളം അവിടെ കാത്തുനിന്നു. ഒരു കിതാബ് ഇങ്ങോട്ട് ഓതി കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളതൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് എല്ലാം വിശദീകരിച്ചാണ് മൂപ്പര് ദർസ് നടത്തുക. അങ്ങനെ ചെവി ഇങ്ങനെ കൂർപ്പിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ച്. അല്ലാതെ അവിടെ സ്പീക്കറോ ലൗഡ് സ്പീക്കറോ അല്ലെങ്കിൽ ബോക്സോ ഒന്നുമില്ല. അതൊന്നും പാടില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് അവരൊക്കെ. അത് തന്നെയായിരുന്നു കുത്തുബിൻ്റെയും വാദം. അത് തന്നെയായിരുന്നു, ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ആലത്തുൽ മലാഹ് എന്ന് അതിനെ പറഞ്ഞിരുന്നത്, കളിയായതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതിന് ആ വിഷയമല്ല. അങ്ങനെ എന്ത് ചെയ്തു, അവിടെ ഈ ദർസൊക്കെ കഴിഞ്ഞതിന് ശേഷം തങ്ങളെ കൊണ്ടുവരുന്നതിൻ്റെ മുമ്പ് ഈ കിയനോറെ കാണാൻ വേണ്ടി ചെന്നു. അങ്ങനെ സലാം പറഞ്ഞു. അങ്ങനെ എന്താക്കി, സലാം പറഞ്ഞ് സലാം അടക്കിയാണ്ട് ഈ കയ്യ് മുത്താനയക്കൂല. കയ്യ് മുത്തണതിനെ സംബന്ധിച്ച് ആലിമീങ്ങളെ കയ്യ് മുത്തര സുന്നത്താണല്ലോ എന്ന് മൂപ്പരോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞെന്താണ്, ചിലപ്പോൾ മുത്തൻ്റെ കൈയുണ്ട് കൊത്തൻ്റെ കൈയുണ്ട്, നമ്മളെ കൈയൊക്കെ കൊത്തൻ്റെ കൈയാണെന്ന് പറഞ്ഞത്. അത്രക്കും താഴ്മുള്ള ആളായിരുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞത് എന്താ അറിയാം, ഞാൻ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓറോട് ചേർക്കാൻ പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് അവിടെ പറയാം, ഓറെന്നാ പറയാം. അങ്ങനെ നിങ്ങളെവിടെ സ്ഥലം എന്ന് വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു മലപ്പുറത്ത് അരീക്കോട് അടുത്താണ് ഞാൻ. അപ്പം എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയാം, മലപ്പുറത്തുള്ള നിങ്ങൾ എൻ്റെ അടുത്തേക്കാണോ ചേർക്കാൻ പറയാൻ വേണ്ടി വരല്? നിങ്ങൾ പാണക്കാട് കൊടപ്പനക്കൽ കുടുംബത്തിൽ പോയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിപ്പിക്കല്ലേ വേണ്ടത്? എന്തോ ഒരു ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് മലപ്പുറത്തുകാരെന്നാണ് പറഞ്ഞത്. ആരാണീ പറയുന്നത്? ഏറ്റവും വലിയ മഹാപണ്ഡിതൻ, ആ ഒരു കാലഘട്ടത്തിൻ്റെ മഹാപണ്ഡിതനായ ശംസുൽ ഉലമ എന്ന പേര്. അത് ചില ആളുകൾ എന്താണെന്ന് അറിയാം, മൂപ്പരെ നിസ്സാരമാക്കാൻ വേണ്ടിയിട്ട് ഈ ശംസുൽ ഉലമ ചില ഏരിയക്കുള്ള ശംസുൽ ഉലമ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് ശംസുൽ ഉലമനെ കിയനോറ എന്താക്കിയിട്ടുണ്ട്, ഒന്ന് താഴ്ത്തി പറഞ്ഞിരുന്നെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് പിന്നെ തിരിച്ചടിക്കുന്നത് നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതൊക്കെ പിന്നെ തിരുത്തി പറയേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹത്വം, അദ്ദേഹത്തിൻ്റെ അടുക്കൽ മസലകൾ ചോദിക്കാൻ വേണ്ടി ആരൊക്കെ ചോദിക്കാൻ വേണ്ടി ചിലരുണ്ട്. ബഹുമാനപ്പെട്ട മറ്റേ ഉള്ളാൾ തങ്ങളടക്കം എന്നതുപോലെ പല പണ്ഡിതന്മാർ, പേരോട് പിന്നെ മൂപ്പര് ശിഷ്യനും കൂടിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ വലിയ പണ്ഡിതന്മാരൊക്കെ ഫത്വയും മസലയും ചോദിക്കാൻ ചെല്ലുന്ന മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതേ, നിങ്ങൾ പാണക്കാട് പോയിട്ട് അവിടുന്ന് പ്രാർത്ഥിപ്പിക്കണം, നമ്മളൊക്കെ തുറന്നിട്ട് എന്താണെന്ന് അവിടെയല്ലേ കേന്ദ്രം എന്നാണ് പറഞ്ഞത്. മുത്തറസൂലിൻ്റെ എത്ര 27 28 അവിടത്തെയാണ്. അത്ര ആയ പേരമകനാണ് പാണക്കാട് കുടുംബം. അങ്ങനെ നമ്മുടെ ഇടയിലുള്ള ഗ്രൂപ്പീസത്തിലുള്ള ചൊരച്ചേർസ് അത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. അത് കാരണമായിട്ട് ഈ തങ്ങന്മാരിൽ നിന്ന് എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരുത്താൻ വേണ്ടി തിരിഞ്ഞാൽ നമ്മൾ ഈമാ നശിച്ച് പോകുള്ളൂ. ഈമാ നശിച്ച് ചത്തുപോകും നമ്മൾ. തങ്ങന്മാരൊന്നും തിരുത്താൻ നമുക്കറിയാം. പഴയ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, EKP പ്രശ്നം ഉണ്ടായെന്ന്. ഇതേ അവസ്ഥ തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് സെൻസിങ് എന്ന് പറയുന്ന ഒരു പത്രം, AP ബാത്തിൻ്റെ ഒരു പത്രമാണ്. അതിൽ ഒരു അഡിങ്ങിൽ ഈ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ തല ഈ ഫോട്ടോ കൊടുത്തതിൽ ഇങ്ങനെ തല 2ആയി പിളർന്ന ഫോട്ടോ കൊടുത്തു. അതിനെതിരെയുള്ള വിമർശനങ്ങൾ, അതിനെ ശക്തിയുക്തം എതിർത്തിരുന്നത് ഈ നാദാപുരം ഭാഗത്തുള്ള സംസ്ഥാനൻ്റെ ആളുകളായിരുന്നു. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താന്ന് അതൊക്കെ ഇന്ന് കാണുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ പതിഞ്ഞ സംഗതികളാണ് ഇതൊക്കെ. അപ്പോൾ തങ്ങന്മാർ മൂപ്പരെന്താണ് ഇപ്പോൾ മൂപ്പരെ സമസ്തയിൽ നിന്നാണ്ട് ഒഴിവാക്കിയാലും വേറെ സംഘടനകൾ സമസ്തയിൽ നിൽക്കുമ്പം തന്നെ നിൽക്കുമ്പോഴും ഈ തങ്ങൾ മറ്റുള്ള സംഘടനകളൊക്കെ നല്ല രൂപത്തിൽ സ്നേഹിക്കും ബഹുമാനിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ഏതോ ഒരു പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയിന്നോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെ മൂപ്പരിൽ നിന്ന് വന്നോന്നോ ഇതൊക്കെ ഉള്ള സമയത്ത് ഈ തങ്ങന്മാരൊക്കെ സമസ്തനെ അംഗീകരിക്കുന്നവരായതുകൊണ്ട് സമസ്തയാണ് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതല്ലാതെ നമ്മളെപ്പോലത്തെ നാടന്മാരല്ല. ഒന്നും അറിയില്ല. നമ്മളവർ കാലിൻ്റെ ചുവട്ടിലെ മണ്ണാവാൻ വരെ നമ്മൾ അർഹരല്ല. ഇതൊക്കെ വിമർശിച്ചു കണ്ട് നമ്മളെന്താണ് അറിയോ,
ഈ APK പ്രശ്നമായിട്ട് എത്ര ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മടി കൂടിയിട്ട് എത്ര ആൾക്കാർ മരിച്ചു, എത്ര ആൾക്കാർ 20 ആൾക്കാർ വരെ പൊരുത്തപ്പെടിച്ചോ. വലിയ വലിയ ആൾക്കാർ ആഹ്വാനം ചെയ്യും. എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല കാലത്തും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ സ്വന്തം സംഘടന ശക്തിപ്പെടുത്താൻ വേണ്ടി മറ്റുള്ള പറ്റാണ്ട് ഇരപ്പാക്കല്ലേ ചെയ്യുന്നത്. എനിക്കൊരു ഇതില്ലേ, വല ജിരിമന്നക്കും ഷനാനോ കോമിൻ അല്ലാത്ത ഇതിലോ മോനോട്ട് നജീബുസ്ത എപ്പോഴും ഓടുന്നതായിട്ടാണത്. ഒരു വിഭാഗത്തിനോടുള്ള എതിർപ്പ് അവരെ അടച്ചാക്ഷേപിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരരുത്. അവരെ ഇരപ്പാക്കുക. ഒരു മുഅ്മിനിൻ്റെ അഭിമാനം പറിച്ചു ചിന്തൽ ഏറ്റവും വലിയ തെറ്റാണെന്നല്ല ഹജ്ജത്തുൽ വിദാഇൽ റസൂൽ പറഞ്ഞത്. അപ്പോൾ ഒരു മുഅ്മിനിൻ്റെതാണെങ്കിൽ ഒരു സയ്യിദാകുമ്പോൾ നമ്മൾ പറയേണ്ടതുണ്ടോ? നമ്മൾ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ഈ സയ്യിദന്മാരൊക്കെ ഇവരൊക്കെ ഈ ഓരം പറ്റി നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഒരാൾ ഒരു ചോദിക്കുകയാണ്, ഈ അബുല്ലാല മൗദൂദിയും സയ്യിദ് അബുല്ലാല മൗദൂദിയും എന്താണ് തങ്ങളല്ലേ, അയാൾ മറ്റേ ആശയത്തേക്ക് പോയിട്ടല്ലേ ഇപ്പോൾ മൂപ്പര് നമ്മൾ ഇതാക്കുന്നുണ്ടോയെന്ന്. സയ്യിദ് എന്നുള്ള സ്ഥാനം മൂപ്പർക്കുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വികലമായ ആശയത്തിലേക്ക് പോയാൽ ആ ആശയം നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല. എന്നാൽ സമസ്തൻ്റെ ഔദ്യോഗികമായ സ്ഥാനത്ത്, ഈ SYSൻ്റെ ഔദ്യോഗികമായ സ്ഥാനത്ത് വളർന്ന് ജീവിച്ച് വന്ന് ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് നടക്കുന്ന ഒരു തങ്ങളെ പറ്റി അയാൾ അങ്ങനെ ചെയ്തു എന്ന് ഒരു വിഭാഗം നമ്മൾ സുന്നികളിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ താഴ്ത്തി കെട്ടുമ്പോൾ വഹാബി പ്രസ്ഥാനം ഒന്നടങ്കം പറയുന്നത് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളടക്കമുള്ള എല്ലാ തങ്ങന്മാരും മുശ്രിക്കാണ്, നമ്മുടെ ജാതി തന്നെ അല്ലാന്ന്. ആ മുസ്ലിമീങ്ങളാണെന്ന് ആര് പറയുന്നത്? ഓരെന്താണ് തങ്ങൾ സ്നേഹമൊക്കെ ഓർക്ക് ഇപ്പം ഉണ്ടായതല്ലേ. ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തങ്ങൾ സ്നേഹം ഉണ്ടാകാം. ഇവിടെയുള്ള മുജാഹിദിനോട് നിങ്ങൾ ചോദിക്കുക, ഈ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു മൗലവിനോട് നിങ്ങൾ ചോദിക്കുക. ഇപ്പോൾ റഫീഖ് സലഫി തന്നെ, റഫീഖ് സലഫി പറയലുണ്ടല്ലോ നമ്മൾ മുശ്രിക്കൊക്കെ ഇല്ലാന്ന്. റഫീഖ് സലഫിനോട് ചോദിക്കുകയും ഉറുക്കും ഹാലസും ഐക്കല്ലും ഒക്കെ ഉണ്ടാക്കുന്ന തങ്ങന്മാർ അവർ അത് ഉണ്ടാക്കൽ കൊണ്ട് ശിർക്കാണ്. പക്ഷേ ഓലെ മുശ്രിക്ക് നമ്മൾ പറയില്ല എന്ന് പറയും ചിലപ്പോൾ. ഇത് അവരടവാണ്. എന്നാലിത് പച്ചയിൽ തുറന്നു പറഞ്ഞത് ചോലി അബ്ദുള്ള മൗലവി ഉള്ളൂ. അയാൾ അതിൻ്റെ യഥാർത്ഥം പറഞ്ഞു. എന്നതുപോലെ ഉമർ മൗലവി എന്ത് ചെയ്തു? അത് ഈ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുത്തു സുന്നികൾ മുസ്ലിം അല്ല എന്നുള്ളത്. ഇക്കാസ് മൗലിയാർ സക്കറാത്ത് കിടക്കുന്ന സമയത്ത് എന്താക്കി കത്ത് കൊടുത്തയച്ചു, ഇക്കാസ് മൗലിയാർ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൻ്റെ കുറ്റം കൂടി നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് കത്തേ കൊടുത്തയച്ചിക്കുക. നമ്മൾ മരിക്കാൻ നേരത്ത് മുസ്ലിം ആകണം എന്നാണ് പറയുന്നത്. കെലിമ ചൊല്ലി കൊടുക്കുക. എന്തേ ഉമർ മൗലവിക്ക് അവിടക്കറ്റും വന്നുകൊണ്ട് കെലിമ ചൊല്ലി കൊടുത്തുവിടുന്നെന്നാൽ മുസ്ലിം ആകി പറഞ്ഞാണ്ട്. അപ്പോൾ ഇത്രക്കും സുന്നി സമൂഹത്തിന് മുസ്ലിം സമൂഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിത്രത ഉണ്ടാക്കിയത് ഇവരാണ്. പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാം, നിങ്ങൾ സുന്നികൾ ഏതായാലും മുശ്രിക്കാക്കി, അത് പോട്ടെ. നിങ്ങളെ വിഭാഗത്തിന് എന്തിനാണ് മുശ്രിക്കാക്കണത്? ആ ബാലുശ്ശേരിയൊക്കെ പറയുന്നിട്ടില്ല. നിങ്ങൾ KNMൻ്റെ ആളുകൾ അമ്പലത്തിൽ ചെന്നുകാട് തൗഹീദ് പറയുന്ന എന്നെ മുശ്രിക്കാക്കിയില്ല എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പരസ്പരം മുശ്രിക്കും കാഫറും ആക്കിയിട്ട് ഇവിടെ മുസ്ലിം ഉമ്മത്ത് പരസ്പരം അടിച്ച് തീർന്നിട്ട് എന്താണ് ഇവിടെ ഒന്നും അല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ എല്ലാവരും മെനക്കെടുന്നത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധയിലുണ്ടായിക്കൊണ്ട് നമ്മളാരെയും ഉപദേശിക്കാൻ അർഹനൊന്നുമല്ലെങ്കിലും ഇങ്ങനത്തെ വിഷമങ്ങൾ നമ്മൾ തങ്ങന്മാരെ പറ്റിയൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഈ പഴയ കാലത്തൊക്കെ പറഞ്ഞ പോലെ ഓരോന്നിങ്ങനെ പൊന്തുമ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഈ തങ്ങന്മാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയോണ്ട് ഇപ്പോൾ ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് അറ്റാക്ക് തന്നെ വരാനുള്ള കാരണം എന്താണ്ട് മൂപ്പരെ ഈ എന്തോ ഹവാലപ്പെടുത്തിയിട്ടാണ് എന്നൊക്കെ പറയപ്പെടുന്നത്. തങ്ങളൊരു സ്ഥാനത്തെക്കുമ്പം ഈ പ്രസിഡൻ്റ് സ്ഥാനത്തെക്കുമ്പോൾ മറ്റുള്ളവർ ചെല്ലുന്ന എല്ലാ ചണ്ടിത്തരം തങ്ങൾ ഏറ്റെടുക്കണം എന്നാണോ? എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ നാവ് സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈമാൻ കിട്ടാതെ മരിച്ചു പോകും. നമ്മൾ ചെറിയ ജീവിതം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ജീവിതത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാതെ എല്ലാ തങ്ങന്മാരും ബഹുമാനിക്കണം, എല്ലാ ഉസ്താദന്മാരും ബഹുമാനിക്കണം, സമസ്തൻ്റെ എല്ലാ 40 അംഗം പണ്ഡിതന്മാരും ബഹുമാനിക്കണം. എന്നാൽ നിങ്ങൾക്ക് അറിയോ, ഈ സമസ്തയിൽ ഇപ്പോൾ ഈ കച്ചറയും ഫിത്തനയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് ആ പേര് പറയണില്ല. അന്ന് അൽ മുബാറക്ക് എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിൽ സമസ്തനെ പറ്റി കണ്ണിയത്തിനടക്കം എന്തൊക്കെ തെറി എഴുതിയ ആൾക്കാരാണെന്നറിയാം. സമസ്ത ചീഞ്ഞു നാറുന്നു എന്ന് എഴുതിയിരുന്നവർ. എന്നപോലെ ആലിബാബയും 41 കള്ളന്മാരും എന്നതുപോലെ ഒരു തേക്കും കാലും 39 മുരിക്കും കാലും ഇതൊക്കെ എഴുതിയതാരാണ്? ഇന്നും മുഷാവറയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന EK സംസ്ഥയിൽ എന്നും മുഷാവറയിലുള്ള ഒരു വ്യക്തി എഴുതിയതാണത്. ഇപ്പോൾ മുഷാവറ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനത്തെ ആളുകളൊക്കെ
അവർ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ട് എന്താണ് വെഞ്ചതലായിക്കാണ്ട് സമസ്തനെ എതിർക്കാൻ വേണ്ടി നിന്നപ്പോഴും ഇവിടെയുള്ള മറ്റുള്ള സഹോദര സംഘടനകൾ സമസ്താനെ പോലത്തെ സംഘടനകളാണ് അതിനൊക്കെ മറുപടി എഴുതിയത്. അങ്ങനെ മറുപടി എഴുതിയപ്പം എന്ത് ചെയ്തെന്ന് അറിയാം, ഓരോ മസലകൾ ഇങ്ങനെ പറയൽ തുടങ്ങിയപ്പം മൂപ്പരെ പോരായ്മകൾ ഇങ്ങനെ പറഞ്ഞപ്പം എന്ത് ചെയ്തു, സ്ത്രീകൾ പള്ളിക്ക് പോണതിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അയാപ്പോൾ മൂപ്പര് അങ്ങോട്ട് തിരിച്ചു ചെയ്ത് തുടങ്ങി. ആനയുടെ വനിതാ പ്രേമം എന്ന് പറഞ്ഞാൽ ഈ അവർ പറഞ്ഞിരുന്നത് ഈ കാലഘട്ടത്തിൽ സ്ത്രീ ജമാഅത്ത് നിരുപാധികം ഹറാമെന്ന് പറഞ്ഞു. അപ്പോൾ നജീബ് ഉസ്താദ് അന്ന് എഴുതിയത് കാലഘട്ടത്തിൽ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ ഫിഖിൻ്റെ നിയമം ഉള്ളതുപോലെ പറയണം. എന്ത്, യുവതികൾക്ക് കണ്ടാലാശിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് ഫിത്തന ഭയപ്പെടുമ്പം ഹറാമ്, ഈ സ്ത്രീകൾക്ക് ഫിത്തന ഭയപ്പെടുമ്പം ഹറാമ്, അല്ലാത്തപ്പോഴോ കറാത്ത്. ഈ മസലയാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് നിരുപാധികം ഹറാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല തർക്ക വിതർക്കങ്ങൾ ഇവിടെ നടന്നിട്ട് പോലും സയ്യിദന്മാരെയോ എന്നതുപോലെ തന്നെ മറ്റുള്ളവരെയോ ഇങ്ങനത്തെ വിവാദ വിഷയങ്ങൾ സംസാരിക്കാമെന്നല്ലാതെ ഇരപ്പാക്കിയൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് മുസ്ലിം ഉമ്മത്ത്, ഈ പറയപ്പെട്ട ആരും എന്ത് തന്നെയാണെങ്കിലും മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പം നമ്മളെ ഭാഗത്തുനിന്ന് ഒരു തങ്ങളെയോ ഒരു ഉസ്താദുമാരെയോ ഒരു വലിയ ശേഖനമാരെയോ നമ്മൾ അയാൾ സഖാവാണെന്നോ അല്ലെങ്കിൽ അയാൾ അരിവാൾ സുന്നിയാണെന്നോ മുമ്പ് എപ്പിനെ പറ്റി പറഞ്ഞതിന് അതൊന്നും പറയാൻ പാടില്ല. അപ്പോൾ അത് ഇത്തരം കാര്യങ്ങൾ എന്നെ വീക്ഷിക്കുന്ന ആൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും നല്ല നിലക്ക് പ്രവർത്തിക്കാനും തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.